നമസ്കാരം. ദൈവികമായ ഒരു അനുഭൂതി നമ്മളിൽ പകർന്നു തരുവാൻ കഴിവുള്ള ഒന്ന് മാത്രമാണ് സംഗീതം. അതിന്റെ നിറസാന്നിധ്യമുള്ള ഈ വേദിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഐ വെൽക്കം ഈച്ച് ആൻഡ് എവരിവൺ ടു എ സ്പ്ലാൻഡഡ് എപ്പിസോഡ് ഓഫ് സൂപ്പർ സ്റ്റാർ. യെസ്, നമ്മൾ വണ്ടർഫുൾ പെർഫോമൻസുകൾ കാണുന്ന മുമ്പ് ഐ വെൽക്കം our beloved judges. യെസ്, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഓർക്കസ്ട്രയിലെ എല്ലാ ചേട്ടന്മാരെയും വെൽക്കം ചെയ്യാണ് ടു സൂപ്പർ സ്റ്റാർ. യെസ്, നമ്മളെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഭാഗ്യരാജിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് ആണ്. ഐ വെൽക്കം ഭാഗ്യരാജ് ഓൺ ടു ദി സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അടുത്തായി പാടുന്നത് ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ബാബുരാജ് മാഷിൻ്റെ ഒരു അനശ്വരമായ ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. എല്ലാവരും സപ്പോർട്ട് വേണം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാൻ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ. മമ സഖി നീ എന്നും വന്നു ചേരും. മമ സഖി നീ
സഖീ വന്നു ചേരും മനതാരിൽ മാറിക മൂടിക്കഴിഞ്ഞല്ലോ മമ സഖീ വന്നു ചേരും ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താനാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. പരീക്ഷ എന്ന ഫിലിമില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് ഭാഗ്യരാജ് പാടിയത്. അതെ. യെസ്, എങ്ങനെ ഉണ്ടായി പെർഫോമൻസ്? പ്രാക്ടീസ് ചെയ്ത പോലെ പ്രാക്ടീസ് ചെയ്ത പോലെ പാടാൻ പറ്റിയില്ല. കമന്റ്സിലേക്ക് പോവാം അല്ലേ? യെസ്, ശരത് സർ. ഭാഗ്യരാജ് ശരി സർ. ഉഗ്രം പാട്ട്, സെലക്ഷന് 1000 മാർക്ക്. പക്ഷെ ഭാഗ്യരാജ് ഈ പാട്ട് എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിലിങ് കുറച്ചും കൂടെ ആരും ഹെൽപ്പ് ചെയ്തില്ലേ ഭാഗ്യരാജിന്? ഹെൽപ്പ് ചെയ്തു. ആഡ്ലിബാനെ പാടിയപ്പോൾ അത് പിന്നെ കുഴപ്പമില്ല, കാരണം റിഹേഴ്സ് ചെയ്തിട്ട് ആ മാത്രമൊക്കെ കുറച്ച് ചാടിപ്പോയിട്ടുണ്ട്. ഒന്ന് പാടുമോ ഭാഗ്യരാജ്? ചുമ്മാ പാടിക്കോ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോ തുമ്പോ തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം, ഒരു ഗാനം മാത്രമൻ ഹൃദയ. അടുത്ത ഒരു ഗാനം, ഒരു ഗാനം ഒരു ഗാനം മാത്രമൻ ഓക്കെ. ഹൃദയത്തിൽ ഈ എന്താ പറയണ്ട, ഈ ഒരു ഇപ്പൊ ദാസേട്ടൻ പാടുമ്പോഴും ഈ ഒരു കമ്പോസർ അദ്ദേഹത്തിന് ഉള്ളിലുണ്ടാവും പാടുമ്പോൾ. അത് പ്രത്യേക ദാസന്റെ പാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാരാണ് എൻ്റെ കമ്പോസർ. പറയൂ. ബാബുക്ക ഉള്ളിലുണ്ട്. ദാസൻ പലരുടെ വേറെ പലരുടെ ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പാടുമ്പോഴും ദേവരാജ മാഷിൻ്റെ പാട്ട് പാടുമ്പോഴും ആ കമ്പോസറെ നമുക്ക് ദാസേട്ടൻ പാടുമ്പം കാണാൻ പറ്റും. കാര്യം അവർ പറഞ്ഞു കൊടുക്കുന്ന അത്രയും സ്വാധീനം ദാസേട്ടനിൽ ചെലുത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ പാടാൻ പറ്റുന്നത്. അപ്പോൾ ബാബുക്ക പാടുന്ന ഒരു എന്താ പറയണ്ട, അത് കമ്പോസർ പാടുന്നതിൻ്റെ നമ്മൾ അതിനേക്കാൾ ഉഗ്രമായിട്ട് പാടണമെന്ന് വിചാരിച്ചിട്ടില്ലേ പാടുന്നത്. അപ്പോൾ അത് പല സംഗതികളും ദാസേട്ടൻ പാടുമ്പോൾ അറിയാം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്, ബാബുക്കയുടെ ഒരു എന്താ പറയണ്ട ഒരു കോമ്പസിഷൻ. അപ്പോൾ അത് അങ്ങനെ അത് കുറച്ചും കൂടി ഇപ്പോൾ ഒരു മാത്രം എന്നൊക്കെ പാടുമ്പോൾ വെറും അതിനെ ഒരു സംഗതിയായിട്ട് കാണാതെ കുറച്ചൊക്കെ സ്ലിപ്പായിക്കോട്ടെ കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ ഒരു സോൾ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ഗാനം എങ്ങനെ പാടിയ? ഒരു ഗാനം ഒരു ഗാനം രണ്ടാമത് ഒരു ഗാനം ഒരു ഗാനം മാത്രമൻ ഒരു ഗാനം മാത്രമൻ. അത്രക്ക് അമിതമായിട്ടില്ലെങ്കിലും ഒരു കുറച്ച് കേട്ടോ. അതുപോലെ അതിഗൂഢം എന്നോട് അതെങ്ങനെ ഭാഗ്യരാജ് പാടിയ? അതിഗൂഢമെൻ അതിഗൂഢമെൻ ആ മെന്നിലൊക്കെ ആ ബൃഹയുണ്ട്. അതിഗൂഢമെന്നോടെ അതിഗൂഢമെന്നോടെ ആരാമത്തിൽ. പിന്നെ തൽപ്പമങ്ങ് അത് കൈവിട്ടുപോയി, മാഞ്ഞല്ലോ സെക്കൻഡ് ചരണം. അത് ഒരു ഐറ്റം വന്നു, അതൊരു ഐറ്റം നമ്പരായിപ്പോയി കേട്ടോ. അത് എന്നും വന്നു ചേരുമെന്നാണോ? എന്ന് വന്നു ചേരുമെന്നല്ലേ ലിറിക്ക്? അമസഖി നീ എന്ന് വന്നു ചേരും എന്നാണ് ലിറിക്ക്. എന്താണ് സെക്കൻഡ് ചരണം? മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ അമസഖി നീ എന്നിൽ എന്ന് വന്നു ചേരും അല്ലേ? എന്നും വന്നു ചേരും എന്നാണോ? അല്ല, എന്നും. അത് എന്നും എന്നും ആ കേൾക്കുന്ന. പിന്നെ ആ എന്നും അത് പിന്നെ ഈ ഞാൻ പറഞ്ഞ ഈ സംഗതി പോയതുകൊണ്ടാണ്. അപ്പം അത് കുറേയും കൂടെ അത് ശരിയാക്കണം. ഈ പാട്ടിൻ്റെയൊക്കെ ഒരു ആത്മാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ സ്ഥലത്ത് എന്താ പറയണ്ട, ഈ നമുക്ക് കേട്ടാൽ വളരെ ഇത് പാടാമല്ലോ എന്ന് തോന്നുകയും ചെയ്യും. പക്ഷെ പാടി കഴിയുമ്പോൾ നമ്മുടെ അടപ്പ് തെറിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട് നമുക്ക്. അത് ദാസേട്ടൻ എന്നുള്ള ആ മഹാഗായകൻ എന്ത് പാടുമ്പോഴും നമുക്കത് ഈസിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം അദ്ദേഹം അത്ര ഈസിയായിട്ടാണ് പാടുന്നത്.
റിയാലിറ്റി ഷോയിലുള്ള കുട്ടികളെ ഞാൻ കൂടുതൽ എന്താണ് പറയേണ്ടത്, ശാസിക്കുന്നു എന്ന് പറഞ്ഞ് ദാസൻ എന്നെ ചീത്ത വിളിച്ചു എയർപോർട്ടിൽ. ശരത്തെ, നിൻ്റെ ശിഷ്യരാണോ അവർ? പിന്നെ നീ എന്തിനാ ഇത്ര അവരായിട്ട് വഴക്ക് പറയുന്നത്? ഞാൻ ഒരു ദാസേട്ടൻ, അതിനൊരു പ്രധാന കാരണം ദാസേട്ടനാണ്. ഇങ്ങനെയൊക്കെ പാടി വെച്ചാൽ ഞങ്ങളെന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ ദാസേട്ടൻ അത് ചിരിച്ചിട്ട് എനിക്കൊരു അടിയും തന്നത് ഇപ്പോഴും വേദനയുണ്ട് കേട്ടോ. അത് പൊയ്ക്കോട്ടെ, നമ്മുടെ ദാസേട്ടനല്ലേ. അപ്പോൾ ആ മഹാനായ ഗായകനെ നമുക്കൊന്നും അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ആ പാട്ടുകാരൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പം പറഞ്ഞാൽ പോരാ, മൊത്തം മഷിയെടുത്ത് തലയെ കൂടെ ഒഴിച്ചുകൊണ്ടാണ്. ദാസേട്ടൻ അത്രയ്ക്ക് ദൈവവിശ്വാസിയാണ്, പിന്നെ മതങ്ങളുടെ ഒന്നും പുറകെ പോകാത്ത ആളുമാണ്, ഒരു മനുഷ്യസ്നേഹിയാണ്, ഒരു മനസ്സിൽ നന്മയുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ നമുക്കെല്ലാവർക്കും കൊച്ചുങ്ങൾ വരെ, ഇപ്പം ജനിച്ച കുട്ടികൾ വരും ദാസേട്ടൻ എന്ന് പറയുന്ന, ദാസപ്പൂപ്പ എന്ന് വിളിക്കാൻ അങ്ങനെ തോന്നത്തില്ല. ദാസേട്ടൻ്റെ ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഗെറ്റപ്പ് കാണും. എൻ്റെ മകളുടെ അടുത്ത് വരെ അത്, മോളെ ദാസപ്പൂപ്പൻ ഇനി മോള് വരുമ്പം നല്ല ഡാൻസ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൾ പറഞ്ഞു, ദാസേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന്. ഇങ്ങനെ ദാസേട്ടൻ പറഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞു, അത് അങ്ങനെ ഒരു വ്യക്തിത്വമാണ്, വളരെ നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് ദാസേട്ടൻ സിനിമാ ഫീൽഡിൽ. അത് വലിയ ഒരു അതിശയമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ദാസേട്ടൻ എന്നും നമുക്കൊരു അഹങ്കാരമായിട്ട് ദീർഘായുസായിട്ട് ഇനി ഇഷ്ടംപോലെ പാട്ടുകൾ പാടി നമ്മളെ ആനന്ദിപ്പിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അൽഫോൻസ് സർ. ഭാഗ്യരാജ്, ഞങ്ങൾ ഇൻഫാക്ട് ഞാനും ശരതേട്ടനും കൂടെ ഇന്ന് ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ വണ്ടിയിലിരുന്നിട്ട് ദാസേട്ടൻ പാടി പഴയൊരു പാട്ട് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ പറയുമായിരുന്നു, എന്ത് സ്വരമാണ് അത്, ഇപ്പോഴത്തെ ഒരു ഗാംഭീര്യത്തിനേക്കാളും അന്നത്തെ കാലഘട്ടത്തിലെ ഒരു എന്താ പറയുക, ഒരു വികാരങ്ങൾ വരിക ഒരു ആ സ്വരങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പാട്ടൊക്കെ എൻ്റെ ദൈവമേ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഈ പാട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പാടി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ശരിക്കും അങ്ങനെ അതിൻ്റെ ഒരു മുഴുവനായിട്ട് അങ്ങ് കിട്ടാനുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ, ഇപ്പം എനിക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ രീതിയിലുള്ളൊരു മനോഭാവം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സംഗതികൾ പാടുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു സംഗതിയുടെ ഒരു പ്രകടനം ഒന്നുമല്ല. സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംഗതി ഉണ്ട്, സംഗതി ഇല്ലേ എന്ന് ചോദിച്ചാൽ സംഗതി ഇല്ല. അങ്ങനെ ഒരു അത് എന്താ പറയുക, അതിങ്ങ് വരുന്ന സംഭവമാണ്. ഇങ്ങനെ നാച്ചുറലായിട്ട് ഇപ്പോൾ ചുമ്മാ ഒരു കല്ലെടുത്ത് ഇങ്ങനെ വലിച്ചെറിയുകയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ വന്ന് വീഴില്ലേ എന്ന് പറയുന്ന പോലെ അത് ഇങ്ങനെ കുറേ പാറക്കല്ലുകൾ വന്ന് വീഴുന്ന പോലെ അല്ല വീഴുന്നത്. അതിങ്ങനെ എന്താ പറയുക, സിംപ്ലി ഇറ്റ്സ് ഫോളിങ് അല്ലെങ്കിൽ ഫ്ലോയിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പം അത് അങ്ങനെയുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ പാട്ട്, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളും റെൻഡർ ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വേറെ ആളോട് പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു സ്ട്രക്ചർ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെക്കണ പോലെ ഇരിക്കും. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ പാട്ടുകളെ കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നമ്മുടെ മനസ്സിലുണ്ടാവണം. അവിടെ ഇവിടെയുള്ള പ്രശ്നങ്ങളെക്കാളും ഈ പാട്ടിനെ ഒന്നും മനസ്സിലാക്കുക, അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവം. അത് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കത് ആ റിയൽ ഫീല് നമുക്ക് കിട്ടും. എനിവേ, പരിശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹദി മാം. ഭാഗ്യരാജ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഭാഗ്യരാജിൻ്റെ മൈക്ക് പൊസിഷനിങ്, ഇറ്റ്സ് ടു ക്ലോസ്. ഇവിടെ ഇനിയിപ്പോൾ മൈക്ക് കടിച്ച് തിന്നും, അത്രയ്ക്ക് അടുത്താണ് വെച്ച് പാടുന്നത്. ഭാഗ്യരാജിൻ്റെ ഫുൾ വോള്യൂം ആൻഡ് ഭാഗ്യരാജ് പാടുന്ന എല്ലാം കറക്റ്റ് എന്താ പറയുക, ഡെസിബൽ ലെവൽസിൽ പുറത്ത് കേൾക്കണം എന്ന് വെച്ചാൽ ഇത്തിരി വെരി ഷോർട്ട് ഡിസ്റ്റൻസ്, അങ്ങനെയല്ല, ഈ ഡയഫ്രമിന് അതിനായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഒത്തിരി അടുത്ത് വെച്ചാൽ മഫിൾഡ് ആവും. ഓക്കെ, സോ അതൊന്ന് നോക്കിക്കോളൂ. ഐ തിങ്ക് നെക്സ്റ്റ് ടൈം ഗ്രൂമിങ് ടൈമിൽ അൽഫോൻസേട്ടൻ്റെ അടുത്ത് അത് ചോദിച്ച് പഠിച്ചോളൂ, ഓർ ആരെങ്കിലും, എനിബഡി ഹു ക്യാൻ ഹെൽപ്പ് യു. ആൻഡ് ആലാപ്പ പാടിയ സ്ഥലം നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിർത്താൻ ഞാൻ
ഒത്തിരി പ്രോബ്ലമായി. പിന്നെ ഒരു ഗാനം, ആ സ്ഥലം, ദെൻ ഒരു മുറി മാത്രം, പിന്നെ മലർമണം. അതെന്താ എവിടെന്നോ നോക്കി മലർമണം എന്ന് അങ്ങനെ അടുത്ത പോലെ ഉണ്ടായിരുന്നു. BGM കുറച്ച് അറിയാം, പെട്ടെന്ന് തുടങ്ങിയപ്പോ അത് ഫീൽ ചെയ്തോ? ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം പാടിയപ്പോ ചാടി വന്നു. കറക്റ്റ്. പിന്നെ മാഞ്ഞല്ലോ, അതറിയാം ഭാഗ്യരാജിന്. പിന്നെ എൻഡ് കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തമായിരുന്നു എൻഡ്. ഓക്കെ, ഒരുമാതിരി ഡിസ്റ്റോർട്ടഡ്, അയ്യേ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞൊരു ഫീൽ. ഇത് പോയപ്പോ എനിക്ക് മൊത്തം ഡിസോർഡർ. ഓക്കെ, സോ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. യെസ്, ഇനി നമുക്ക് സെമി ഫൈനൽസിൽ ഇനി ഒരു റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാം അല്ലേ? നമുക്ക് ആ വിശ്വാസത്തോടെ നമുക്ക് മാർക്കിലേക്ക് പോവാം. ശരത് സർ, ഔട്ട് ഓഫ് 25 ഭാഗ്യരാജിന്റെ മാർക്ക്. ഭാഗ്യരാജ് കൃത്യമായിട്ട് പറയും. ഭാഗ്യരാജിനെ കൊണ്ട് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഭാഗ്യരാജ് ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ബോറാണ്. ഭാഗ്യരാജ് പറഞ്ഞാൽ കറക്റ്റായിരിക്കും. 20. ഞാനൊരു അരമാർക്ക് കൊണ്ട് തരുന്നു. 20 അര. 20.5. അൽഫോൻസ് ഭാഗ്യരാജിന് പ്രോത്സാഹനമായിട്ട് 21. 21. And Mahadi ma'am 21. That means 62.5. Yes, ഒരു പെർഫോമൻസ്. നെക്സ്റ്റ് ടൈം എല്ലാം തിരിച്ചെടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഹിദിയെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബട്ട് അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. നമ്മൾ അടുത്തതായിട്ട് പെർഫോമൻസ് കാണാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് ഹിദിയുടെ പെർഫോമൻസ് ആണ്. ഐ വെൽക്കം ഹർ ടു ദ ഫ്ലോർ ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ്, അടുത്തത് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിലാണ് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ പഴയ സോങ്സൊക്കെ പാടാൻ. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ജാനകിയമ്മ പാടിയ അവിടും നിൻ ഗാനം കേൾക്കാൻ, ആ സോങ്ങാണ് ഞാൻ പാടുന്നത്. സോ എൻജോയ് ഇറ്റ്. അവിടും നിൻ ഗാനം ചെവിയോർത്തേട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തേട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാം. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ
ഹിദിയ, പരീക്ഷ എന്ന ഫിലിമിന് ഉള്ള പാട്ടാണിത്. നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നുണ്ടോ? ചോദിക്കാം. ഹാപ്പിയാണോ പെർഫോമൻസ് ചെയ്തതിൽ? കുഴപ്പമില്ല. നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ശരത് സർ. ഹിദിയ, നല്ല രസമുള്ള പാട്ട്. മോള് പാടുമ്പോൾ അതിനൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ചിരിച്ചൊക്കെ പാടി ഒക്കെ കൊള്ളായിരുന്നു. ആലിബ് എന്ന് പാടിയ മോള് തുടക്കം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ 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 ഇല്ലാണ്ട് കേൾക്കാൻ കേൾക്കാൻ കേൾക്കാൻ. ആ ചെവിയോർത്തിട്ടരികിലിരിക്കെ. അത് ശരിയായിക്കൊള്ളു കേട്ടോ. അത് അരികിൽ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല. അത് വളരെ ദൂരെ ആയിപ്പോയി. അടുത്തത് സ്വരരാഗ സുന്ദരി. സ്വരരാഗ സുന്ദരിമാർ സുന്ദരിമാർക്കോ സുന്ദരിമാർക്കോ. മാർക്ക് വേണ്ടേ? അപ്പം അത് അങ്ങനെ പാടണം. പിന്നെ വെളിയിൽ, രണ്ടാമത്തെ വെളിയിൽ. വെളിയിൽ വരാ. അതെന്താണ് അവിടെ? വെളിയിൽ വരാനെന്തൊരു. മോളെ കുറച്ച് ചുമ്മാ പാടിക്ക്, കാശൊന്നും തരത്തില്ല. വെളിയിൽ വരാനെന്തൊരു. എന്തോ ഒരു പിടുത്തം വരുമല്ലോ ദൈവമേ അള്ളാഹു എന്ന് വിളിച്ചിട്ടാ മോള് പാടുന്നത്. അങ്ങനെ വേണ്ട. ദൈവമേ കാത്തോളീ എന്ന് പറഞ്ഞിട്ട് പാടിക്കേ. വെളിയിൽ വരാനെന്തൊരു. അത്രേ ഉള്ളൂ. ഇപ്പൊ കാത്തല്ലോ അള്ളാഹു. എന്തിനും ഇങ്ങനെ മെന്റൽ ബ്ലോക്കും വെച്ചോണ്ട് വന്ന് നിൽക്കുന്നത്? ഞങ്ങൾ വരുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ മെന്റൽ ബ്ലോക്ക് ഇത് വരും. എന്ത് സംഭവം കൂടിപ്പോയാൽ തെറ്റിപ്പോ, അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും സംഭവിക്കത്തില്ലല്ലോ. പിന്നെന്തോന്നു. പിന്നെ ഗാനമായാൽ അത് ശരിയാവണം മോളെ. പിന്നെ നിൻ്റെ ആ രണ്ട് നിൻ്റെയും ശരിയാക്കേണ്ട ഏരിയ ആണ് ഹൃദയം. അത് ഏതാണെന്ന് പാടും മോള്. എല്ലാം കൂടെ പാടിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. സെക്കൻഡ് ചരണത്തിൻ്റെ എൻഡ് ഹൃദയത്തിൽ മുറിവേറ്റാലോ ആണോ? മോള് പാടുമ്പോൾ അതിനൊരു സുഖമുണ്ട്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിലും അതിനൊരു സുഖമുണ്ട് കേട്ടോ. ഹൃദയത്തിൽ എൻ്റെ ഹൃദയം ഇങ്ങനെയൊക്കെയാന്നുള്ള ലെവലിലാണ്. അത് ഹൃദയമാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് കേട്ടോ. അപ്പം അത് ആ ഹൃദയത്തിന് കുറച്ചും കൂടെ വാല്യൂ കൊടുത്ത് പാടിയേ. ഹൃദയത്തിൽ ഹൃദയത്തിൽ. പിന്നെ അടുത്തത് ഗാനം, തൊണ്ടുപോലെ ഒരു ഗാനം. വീടുന്നിൻ അങ്ങനെ എന്തൊരു ഐറ്റം അല്ലേ? ഒരു ക്ലാരിറ്റി വരട്ടെ മോളെ. ഈ പ്രായത്തിൽ ക്ലാരിറ്റി വന്നില്ല, പിന്നെ എപ്പം വരാനാ? ശരി. പിന്നെ പാട്ട് തേർഡ് ചരണത്തിൽ പാട്ടായാലോ, റിപ്പീറ്റ് പാട്ടായാലോ, എന്താണ് നമ്മൾ പാടിയത്? അതൊന്ന് ഹിറ്റ് ചെയ്യാം. അതിന് കുറേ കൂടെ സുഖം വരിക നമ്മൾ പാടും കേട്ടോ. അല്ലെങ്കിൽ പാട്ടിലായി പോകും നമ്മൾ. അപ്പം അത് കൃത്യമായിട്ട് നോക്കാം. പക്ഷേ മോള് കുറച്ചും കൂടെ പഠിക്കണം കേട്ടോ. നല്ല നമ്മുടെ ഹിന്ദിയൊക്കെ സ്വന്തമായിട്ടൊരു ശൈലിയുണ്ട്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ കോമ്പസിഷൻ മോള് പാടുമ്പോൾ അതിനൊരു സുഖമുണ്ട്. പക്ഷേ ഇത് പാടി ഇപ്പോൾ എന്താ പറയണ്ടേ, നമുക്കുള്ള ആകെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാനകമ്മ പാടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒറിജിനൽ കമ്പോസർ ഓക്കെ എന്ന് പറഞ്ഞതായിരിക്കും ഈ വെളി വരുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ ആ കമ്പോസറിനെ മാനിച്ച്, പാട്ടുകാരെയും മാനിച്ച്, ലിറിക്ക് എഴുതിയ ആളിനെ മാനിച്ചിട്ട് വേണം പാടാൻ. അപ്പോൾ അത് ഇതിനൊക്കെ മോള് കുറച്ചും കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ മുങ്ങിത്തപ്പണം, മുങ്ങിത്തപ്പണം എന്താണ് അതിലെ ഒരു ഐറ്റം എന്നുള്ളത്. അപ്പം നമുക്ക് വൃത്തിയായിട്ട് പാടാൻ പറ്റും കേട്ടോ മോളെ. അപ്പോൾ ഇത് കുറച്ച് കാര്യം ചെറിയ സംഭവങ്ങളാണ്. അത് കുറേയും കൂടെ ക്ലാരിറ്റിയോടെ സുഖമായിട്ട് പാടിയാൽ കേൾക്കുന്നവർക്ക് നല്ല സുഖമായിരിക്കും. ഒന്നാമത് നമ്മുടെ മൊഹദി രാജകുമാരി എന്നൊക്കെ വിളിച്ച ആളല്ലേ. അപ്പോൾ അത് രാജകുമാരി ചുമ്മാ അതൊരു ഭടൻ പാടുന്നോണം പാടിയാൽ നമുക്ക് ശരിയാകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ്. ഹിദിയുടെ സ്വരം നല്ല രസമുണ്ട്. അതുപോലെ ചില ഭാഗങ്ങൾ പാടുന്ന രീതി ഒക്കെ രസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചേരുന്നൊരു പാട്ടാണ്.
എനിക്കൊരു ഭാഗം ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ചരണം, ഫസ്റ്റ് ചരണത്തിൽ എൻഡിൽ ഗാനം എന്ന് പറയുന്നിടത്ത് എൻ്റെ സംഗതി വളരെ നല്ല രസമായിട്ട് പാടി. പക്ഷെ അത് കൊണ്ടുവന്ന് നിർത്തിയെടുത്ത് പിച്ച് ഫ്ലാറ്റായിപ്പോയി. ഞാൻ എടുത്തെടുത്ത് പറയണില്ല, പക്ഷെ നമ്മൾ ആ റെൻഡറിങ്ങിൽ കുറച്ചും കൂടി കൃത്യത വരാനുണ്ട് കേട്ടോ. എനിവേ ടെൻഷൻ അടിക്കണ്ട. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹതി മാം. ഹിദിയ, ഹിദിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു പാട്ട് കേട്ടോ. നന്നായി പാടി ഹിദിയ. കുറേ പോർഷൻസ് നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. ടു ബിഗിൻ വിത്ത് പല്ലവി ആഡ്ലിപ്പ് പാടിയ സ്ഥലത്ത് ഹിദിക്ക് എപ്പോഴും എല്ലാ റൗണ്ട്സിലും ഞാൻ പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാൻ പോകുന്നത്. സംഗതീസ് പാടുമ്പോൾ ഇനിയും ക്ലാരിറ്റി വേണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മഞ്ജുത്തി കുട്ടി, നമുക്ക് മാർക്സ് അറിയാം. യെസ്, ശരത് സർ, ഔട്ട് ഓഫ് 25? ഹിദിയ 21. 21 marks. അൽഫോൻസ് സർ? ഹിദിയ 21 marks. 21 out of 25. മഹതി മാം? 21. 21. That means 63. യെസ്, ഹാപ്പിയാണോ? ഇനി ഒരു പെർഫോമൻസ് മാത്രമേ ഉള്ളൂ ബാക്കി അല്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽ, ഹിദിയുടെ പെർഫോമൻസിന് ശേഷം നമുക്ക് കാണാൻ പോകുന്ന ഒരു ചെറിയ ബ്രേക്ക് ആണ്. ബട്ട് സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. അടുത്തതായിട്ട് രവീന്ദ്ര മാസ്റ്ററുടെ പാട്ട് പാടുവാനായി എത്തുന്നു നമ്മുടെ സ്വന്തം ദേവിക കുട്ടിയായി. വെൽക്കം ഹർ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. അടുത്തതായിട്ട് ഞാൻ പാടാൻ പോകുന്നത് രവീന്ദ്രൻ മാഷ് ഹിറ്റ്സ് റൗണ്ടിൽ അറിവിൻ നിലാവെ എന്ന പാട്ടാണ്. കഴിഞ്ഞ സ്റ്റേജിൽ എനിക്ക് ഒത്തിരി നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പഠിച്ച രീതിക്കല്ല ഞാൻ പാടിയത്. ഇത്തവണ എനിക്ക് നന്നായിട്ട് പാടാൻ കഴിയണമേ. എല്ലാവരും അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാവണം.
നന്നായിട്ട് പാടി ദേവിക. താങ്ക് യു സർ. നല്ല പാട്ട്, നല്ലൊരു ഐശ്വര്യമുള്ള പാട്ട്, പ്രത്യേകിച്ച് ചരണമൊക്കെ കേൾക്കുമ്പോൾ നല്ല പ്രകാശം ഫീൽ ചെയ്യും. മോള് നന്നായിട്ട് പാടി. പിന്നെ എന്തായിരുന്നു ദേവിക സാധാരണ വന്നാൽ ഇവിടെ എപ്പോഴും ചിരിച്ചൊക്കെ നിൽക്കുന്ന ആളാണ്. ഇപ്പം ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വല്ലാത്ത വിഷമം. പേടി. സെമി ഫൈനൽ റൗണ്ടായി. ഞാൻ കഴിഞ്ഞ പാട്ട് കുളമാക്കി. അതിന് അല്ല, ഒരു തവണ കുളമായിപ്പോയെന്ന് പറഞ്ഞു അടുത്ത ദിവസം കരയായിരിക്കും. മോള് പേടിക്കണ്ട, അങ്ങനൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ പോയതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് വരുന്നതും കൂടെ പോവും കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാവരും മൊഹദിയെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അൽഫോൺസും ഞാനൊക്കെ നമുക്കൊക്കെ കുറേ എന്താ പറയണ്ട, കുറേ പന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തുമാത്രം കഷ്ടപ്പാടുകളാണ്. അതൊക്കെ എത്രയോ തവണ ഞാൻ തൂങ്ങിച്ചാവേണ്ട ആളാണ്. അത്രത്തോളം ഇല്ല, ഞാൻ സത്യം പറയാം. അത് മനസ്സിലാക്കുക. കാര്യം എൻ്റെ ഒരു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ, ആത്മരാഗം എന്ന് പറയുന്നത്. വായിച്ചാൽ മനസ്സിലാക്കുക. കഷ്ടപ്പാടുകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഇത്ര നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നില്ലേ, കുറേ ബുദ്ധിമുട്ടുകൾ എല്ലാ രീതിയിലും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുത്തിട്ട് പോവാടാ പുല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം, അത്രേ ഉള്ളൂ. പണ്ട് നടന്നു പോയ ഞാൻ ഒരു തവണ അവിടെ ബാത്റൂമിൽ കയറിയപ്പം വീണു എന്ന് പറഞ്ഞ് കുളിക്കാതിരിക്കുകയും പിന്നെ ഒന്നും ബാത്റൂം വെച്ച് ചെയ്യാതിരിക്കുകയും ചെയ്താൽ തട്ടിപ്പോവും. അമ്മ ഡോക്ടറും കൂടെ അല്ലേ, ചോദിച്ചു നോക്കാം കേട്ടോ. നന്നായിരുന്നു മോളെ, നന്നായിരുന്നു. അത് ദേവിക ചിരിച്ചൊക്കെ സന്തോഷമായിട്ട് നിൽക്കുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം കേട്ടോ. നല്ല കയ്യിലെഴുത്തുള്ള കുട്ടിയാണ്. അപ്പം അത് തലയെഴുത്തെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എഴുത്ത് മുഴുവൻ കയ്യില്ല. അത് എനിക്കിഷ്ടം. ആ ഓം കുറച്ചും കൂടെ ഒക്കെ ശ്രുതി ചേരാം കേട്ടോ. അത് നോക്കുക. പിന്നെ ഈ ലോ പാടുന്ന ഏതാണ്? അല്ല, അതിനു മുമ്പുള്ളത് അറിവിൻ നിലാവേ അതെന്താ മോള്? ഓ നീ അത് അങ്ങോട്ടും എത്തിക്കണം. അവിടെ എത്തി. അത് കുഴപ്പമില്ല. പിന്നെ നീളെ മുകളിൽ പാടുന്ന ആ ഒരു സംഗതി, അത് സ്ട്രെയിൻ കൊണ്ടുള്ള സ്ലിപ്പായിട്ടേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല മോക്ക്. 2 ചരണങ്ങളിൽ മനസ്സിലായോ? ഏറ്റവും മുകളിലല്ല, അതിനേക്കാളും മുകളിൽ അടുത്ത ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വള്ളി പൊട്ടിച്ച് വിട്ടതുപോലെ പാടിക്കൊണ്ടിരുന്നു. ഒരു കൂവുന്ന ഫീലായിരുന്നു. അത്രയ്ക്ക് മുകളിലാണത്. അത് കുഴപ്പമില്ല. ഇതൊക്കെ ഈ മുകളിൽ ഓവറായിട്ട് മേളിൽ കിടന്ന് ഉള്ള സ്ട്രെയിൻ കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇങ്ങോട്ട് വരുന്ന വരവിലൊക്കെ അവരോഹണത്തിലൊക്കെ കുറച്ച് അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നിൽപ്പു ഒന്ന് പാടുവോ? ഫസ്റ്റ് ചരണം കഴിഞ്ഞിട്ടുള്ള. തിരുമുന്നിൽ നിൽപ്പൂ
ഓക്കെ ഓക്കെ. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ അറിയാത്ത ലാസ്റ്റ് അല്ല, അതിന് മുമ്പുള്ള അറിയാത്തത് അത് കുഴപ്പമില്ല. അതൊക്കെ ഇത്രയൊക്കെ തെറ്റൊക്കെ വേണ്ടേ ജീവിതത്തിൽ, അല്ലേ? ആണെന്നാ അങ്ങനൊന്നും വരാൻ പാടില്ല. കുഴപ്പമില്ല. എന്തൊക്കെയാണെങ്കിലും ദേവിക പാടി എനിക്ക് കുറേ ഇഷ്ടമായി. കാര്യം ഇതാര് കമ്പോസർ ആരാന്നറിയാം, പിന്നെ ഇത് പാടിയ ആളും അറിയാമല്ലോ. ആരാണ് ചിത്ര ചേച്ചി, കമ്പോസർ? അതുകൊണ്ടാണല്ലോ ഇത് പാടിയത്, അല്ലേ? ഇപ്പം ചിത്ര ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു ചേച്ചിയാണത്, ഒരു ഒന്നൊന്നര ചേച്ചിയാണ്. എന്ത് പറഞ്ഞു കൊടുത്താലും ഈസി ആയിട്ട് പാടും. എന്നാൽ താഴ്മയെന്ന് പറഞ്ഞാൽ ചേച്ചി നടന്നല്ല വരുന്നത്, ഒഴുകിയാണ്. അത്രയ്ക്ക് അങ്ങ് കുനിഞ്ഞ് വണ്ടാരടങ്ങിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ചേച്ചി നീയൊക്കെ നേരെ നിൽക്കി ചേച്ചി എന്ന് പറഞ്ഞാൽ ഇത്ര പറഞ്ഞില്ല ചേച്ചി മാറുന്ന കോൾ എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്രയും നല്ലൊരു ചേച്ചി എനിക്ക് കിട്ടിയതിന് സന്തോഷം. അപ്പോൾ മോള് നന്നായിട്ട് പാടി. ഞാൻ കുറേ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന സംഗീത സംവിധായകൻ്റെ പാട്ടാണ്, സംഗീതമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് പാടിയതിലും കുറേ സന്തോഷമുണ്ട്. മോള് നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. ദേവിക നന്നായി പാടി. കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് തെറ്റി അല്ലെങ്കിൽ അത് അങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ സംഗതികൾ അങ്ങ് ചില സ്ഥലങ്ങളിലൊക്കെ വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ആദ്യത്തെ ആ ഒരു വിരുത്തം പാടിയത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഓം പാടിയപ്പോഴാണ് ചെറിയൊരു ശ്രുതിയുടെ ഒരു ഇത് വന്ന്. അപ്പോൾ ആ തുടക്കം വളരെ നന്നായിരുന്നു. നല്ല ശരിക്കും അതിനകത്ത് മുഴുകിയാണ് പാടിയതെന്ന് മനസ്സിലായി. ശരിക്കും ഒരു പ്രാർത്ഥനയായിരുന്നു. അത് ശരിക്കും മനസ്സിലായി. പിന്നെ തുടർന്ന് വന്നെടുത്ത് സെക്കൻഡ് ചരണത്തിലാണ് കുറച്ചൊന്ന് ശ്രുതി ഒരു വേരിയേഷൻ തോന്നിയത്. അല്ലാതെ എടുത്ത് ശ്രുതിയിൽ നിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. സംഗതികൾ മിസ്സായിന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, ധൈര്യമായിട്ട്. ഇനിയുണ്ടല്ലോ പെർഫോമൻസ്, നന്നായിട്ട് ചെയ്യുക. നല്ല കഴിവുള്ള കുട്ടിയാണ്, അതിലൊന്നും യാതൊരു ഇതുമില്ല. പക്ഷെ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം പോവും. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞ പോലെ ദേവിക്ക് ആ മുഖത്തൊരു ചിരി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഒരു പൂർണ്ണത കൈവരുള്ളൂ. അപ്പം അത് കളയാതിരിക്കുക കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ദേവിക ആദ്യം ഒന്ന് നന്നായിട്ട് ചിരിക്കൂ, ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കൂ. ദേവിക നന്നായി പാടി. കഴിഞ്ഞ പെർഫോമൻസ് ഇത്തിരി ലോ ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു ചെറിയ ടെൻഷൻ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അത് കാരണം ദേവികയുടെ ഒരു എന്താ പറയുക, ഒരു എൻജോയ്മെന്റ് ഇൻ ദ സോങ് വന്നില്ല. ഒരു ടെൻസ്ഡ് ആയിട്ട് തന്നെ പാടി. ഓക്കെ, ബട്ട് യു സൗണ്ടഡ് വെരി നൈസ്. ആദ്യത്തെ ശ്ലോകം ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇറ്റ് പെർഫെക്റ്റ് പിച്ചിങ് ആയിരുന്നു. കുറെ പേർക്ക് കിട്ടാത്തൊരു സംഭവമാണ്. ആദ്യത്തെ വരിയിൽ എപ്പോഴും ഒരു കളകള ഉണ്ടാവും. പക്ഷെ ദേവികയ്ക്ക് അത് തന്നെ ബാങ് ഓൺ നോട്ട് ആയിരുന്നു. ആൻഡ് ഓം വന്നപ്പോഴാണ് ഇത്തിരി ഒരു ഓഫ് വന്നത്. ദെൻ നീളെ that was a little problematic. Again, തിരുമുന്നിൽ നിൽപ്പു, അത് പാടി ചരണം പാടി വന്നിട്ടുള്ള തുണ്ടു പല്ലവിയിലെടുത്ത് ആ എൻഡിങ്. ദെൻ എനിക്ക് തോന്നിയത് പല്ലവി ആൻഡ് ദ ഫസ്റ്റ് ചരണം വാസ് വെരി നൈസ്. താങ്ക് യു മാം. എനിക്ക് തോന്നിയത് സെക്കൻഡ് ചരണത്തിൽ ശ്രുതി ഒത്തിരി ഫ്ലാറ്റ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ചരണം തുടങ്ങുമ്പോൾ ഫ്ലാറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഹൈ പോർഷൻസ് ഒത്തിരി എന്താ പറയുക, ഒരു ഫ്ലെയറോടെ വന്നില്ല. യുനോ ഭയങ്കര ഒതുക്കി പാടിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓവർ പവറിങ് ഇൻ ദ ലോ ആൻഡ് മിഡ്സ്, ബട്ട് ദ ഹൈ വാസ് ടു ഫീബിൾ. ദ സെക്കൻഡ് ചരണം. സോ ഓവറോൾ നോക്കുമ്പോൾ ദ പല്ലവി ആൻഡ് ദ ഫസ്റ്റ് ചരണം വാസ് വെരി നൈസ്. ഓക്കെ, സോ ഇനി ഇപ്പോൾ ടെൻഷനൊന്നും വേണ്ട. നൗ ദാറ്റ് യു ഹവ് ഗിവൺ എ ഗുഡ് പെർഫോമൻസ് അഗൈൻ, get back to track. Okay, happiness aana that really boosts your performance, right? Yes. Okay, all the best. Thank you ma'am. Good comments ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാർക്സിലേക്ക് പോവാം. Yes, Sharad sir, out of 25. Devika 22 marks. Thank you sir. 22 marks. Yes, Alphonse sir, out of 25.
21.5. Thank you, sir. 21.5 and Mahadi ma'am. 21.5. 21.5. That means 65 in total. Happy അല്ലേ? ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല, കുറഞ്ഞു. ഈ പെർഫോമൻസ് നന്നായതുകൊണ്ട് അടുത്ത പെർഫോമൻസ് സൂപ്പർ ആയിരിക്കും അല്ലേ? പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, ഫെയിലിയേഴ്സ് ആർ നോട്ട് സ്റ്റോപ്പ് സൈൻസ്. ഇറ്റ്സ് എ ഗൈഡ് ലൈൻ ഫോർ സക്സസ്. പരിശ്രമത്തിന്റെ ഫലം എന്നും വിജയം തന്നെയായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ റാപ്പ് ചെയ്യാൻ നെക്സ്റ്റ് സെഗ്മെന്റിൽ കാണാം. Until then, you people take care. Goodbye from Super Star.